പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എല്ലാ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് മദ്യപാനം അരുത്. ഹല്ലേലൂയ. മദ്യപാനം അരുത്. ഈ വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അനേകം വ്യക്തികളിലും കുടുംബങ്ങളിലും ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ സംഭവിക്കുവാൻ വേണ്ടി എല്ലാ ദൈവമക്കളും ആഗ്രഹിക്കട്ടെ. അവിടുത്തെ അവിശ്വസിക്കാത്തവർക്ക് അവിടുന്ന് തന്നെ വെളിപ്പെടുത്തുന്നു. അവിടുത്തെ പരീക്ഷിക്കാത്തവർ അവിടുത്തെ കണ്ടെത്തുന്നു. ജ്ഞാനത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യം. ഈ സമയത്ത് മകനെ മകളെ, നീ കർത്താവിനെ പരീക്ഷിക്കാതെ യേശുവേ എന്നെ അനുഗ്രഹിക്കണമേ, നീ കർത്താവിൻ്റെ വചനത്തോട് മല്ലടിക്കാതെ ഓ ദൈവവചനമേ എന്നെ സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മദ്യപാനത്തെക്കുറിച്ച് ഒരുപാട് ഇടർച്ച വെക്കുന്ന ഉപദേശങ്ങൾ ലോകത്തിൽ പ്രചരിക്കുന്നുണ്ട്. പ്രൈസ് ദ ലോർഡ്. അനേകം വ്യക്തികളുടെ മനസ്സിലിരിക്കുന്നത് വേദവചന പ്രകാരമുള്ള ഉപദേശങ്ങളല്ല, പിന്നെയോ ലോകത്തിൻ്റെ ഇടർച്ച വെക്കുന്ന ഉപദേശങ്ങൾ എത്രേ. ഈ അടുത്ത കാലത്ത് ഒരു ടെലിവിഷൻ ചാനലിൽ ഒരു വലിയ തിയോളജിയൻ ഒരു കാര്യത്തെക്കുറിച്ച്, മദ്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം പറയുകയാണ്, ചില പന്തക്കൊസ്തക്കാർ മദ്യത്തെ തെറ്റായി പറയുന്നുണ്ട്, എന്നാൽ മദ്യം അതിൽ തന്നെ ഒരു തെറ്റല്ല എന്നൊക്കെ. വലിയ ഇടർച്ച വെക്കുന്ന ഉപദേശമാണത്. ഹല്ലേലൂയ. എന്താണ് മദ്യത്തെക്കുറിച്ച് ദൈവവചനം പഠിപ്പിക്കുന്നത്? പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ദൈവത്തിൻ്റെ വിശുദ്ധ ലിഖിതങ്ങളിൽ ഒരു കാര്യം ദൈവമക്കളെ പഠിപ്പിക്കുന്നുണ്ട്. ലേവ്യരുടെ പുസ്തകം 5-ാം അധ്യായം അതിൽ 17-ാമത് തിരുലിഖിതം. ഇങ്ങനെയാണ് വചനം പഠിപ്പിക്കുന്നത്: കർത്താവ് വിലക്കിയിട്ടുള്ളവയിൽ ഏതെങ്കിലും ഒന്ന് പ്രവർത്തിച്ച് പാപം ചെയ്യുന്നവൻ അറിയാതെയാണ് അത് ചെയ്തതെങ്കിൽ തന്നെയും അവൻ തൻ്റെ തെറ്റിന് ഉത്തരവാദിയായിരിക്കും. ലോകത്തിൻ്റെ ഇടർച്ച വെക്കുന്ന ഉപദേശങ്ങൾ കേട്ട് മകനെ മകളെ നീ പേക്കൂത്ത് കളിച്ച് നടക്കരുത്. ലോകത്തിൻ്റെ ഉപദേശങ്ങൾ ഇന്നത്തെ ഉപദേശമല്ല, നാളത്തെ ഉപദേശം. കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഉപദേശമല്ല ഈ നൂറ്റാണ്ടിലെ ഉപദേശം. ഈ നൂറ്റാണ്ടിലെ ഉപദേശമല്ല അടുത്ത നൂറ്റാണ്ടിലെ ഉപദേശം. ലോകത്തിൻ്റെ ഉപദേശങ്ങൾ, മനുഷ്യരുടെ ഉപദേശങ്ങൾ മാറിക്കൊണ്ടിരിക്കും. എന്നാൽ മാറ്റമില്ലാത്തൊരു ഉപദേശമുണ്ട്. അതാണ് ദൈവമക്കൾ ശ്രദ്ധിക്കേണ്ടത്. അതാണ് വിശുദ്ധ ലിഖിതങ്ങൾ അല്ലെങ്കിൽ വേദപുസ്തകത്തിലെ ഉപദേശങ്ങൾ. എന്താണ് വേദപുസ്തകത്തിൽ മദ്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? അത് കഴിഞ്ഞ നൂറ്റാണ്ടിലും ഈ നൂറ്റാണ്ടിലും അടുത്ത നൂറ്റാണ്ടിലും യുഗാന്ത്യം വരെയും ഒരേ ഉപദേശം തന്നെയായിരിക്കും. ഈ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഞാൻ നിങ്ങൾ ന്യായം ബോധിപ്പിക്കേണ്ടി വരും. ഇതിൽ ചെയ്യരുതെന്ന് പറഞ്ഞ് എഴുതിയിട്ടുള്ള ഒരു കാര്യത്തെ മനഃപൂർവ്വം ചെയ്ത് മുന്നോട്ട് പോയാൽ അതിന് ഞാൻ നിങ്ങളും അത്യുന്നത ദൈവത്തിന് ന്യായപ്പെടുത്തെങ്കിൽ ന്യായം ബോധിപ്പിച്ചേ മതിയാവൂ. ഇതിലെന്താണ് മദ്യത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്? ഇത് നാം അറിയണം, ഇത് നാം ശ്രദ്ധിക്കണം. കർത്താവ് വിലക്കിയിട്ട്, ഈ വേദപുസ്തകത്തിൽ വിശുദ്ധ ലിഖിതങ്ങളിലൂടെ കർത്താവ് വിലക്കിയിട്ടുള്ളവയിൽ ഏതെങ്കിലും ഒന്ന് പ്രവർത്തിച്ച് പാപം ചെയ്യുന്നവൻ അറിയാതെയാണ് അത് ചെയ്തതെങ്കിൽ തന്നെയും അവൻ തൻ്റെ തെറ്റിൻ്റെ ഉത്തരവാദിയായിരിക്കും. അതാണ് ലേവ്യരുടെ പുസ്തകം 5-ാമത്തെ അധ്യായത്തിൽ 17-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ വചനം ദൈവമക്കളെ പഠിപ്പിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. എന്താണ് മദ്യത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്? കണ്ടമാനം മദ്യപിക്കുന്ന ഒരു ദൈവ പൈതൽ വലിയ ശാപത്തിൻ്റെ പിടിയിലാണ് ഇരിക്കുന്നതെന്ന് യെശയ്യായുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. യെശയ്യായുടെ പുസ്തകം 5-ാം അധ്യായത്തിൽ 11-ാമത്തെ വാക്യം: ലഹരി പാനീയങ്ങളുടെ പിന്നാലെ ഓടാൻ വേണ്ടി അതിരാവിലെ ഉണരുകയും വീഞ്ഞു കുടിച്ച് മദിക്കാൻ വേണ്ടി ഉറങ്ങാതിരിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. വ്യക്തമായും സ്പഷ്ടമായും ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. അവർക്ക് അനുഗ്രഹം എന്നല്ല പഠിപ്പിച്ചിരിക്കുന്നത്, മദ്യം അത്യുത്തമം എന്നല്ല പഠിപ്പിച്ചിരിക്കുന്നത്. മദ്യപിക്കാൻ വേണ്ടി അതിരാവിലെ ഉണരുകയും വിവിധ തരം മദ്യം കുടിച്ച് ഉന്മത്തനാകാൻ വേണ്ടി ഉറങ്ങാതിരിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം. ഇത് മാറ്റമില്ലാത്ത കർത്താവിൻ്റെ വചനമാണ്. വീണ്ടും യെശയ്യായുടെ പുസ്തകത്തിൽ 5-ാം അധ്യായത്തിൽ അതിൽ 22-ാമത്തെ വാക്യം വചനം പഠിപ്പിക്കുന്നു: വീഞ്ഞു കുടിക്കുന്നതിൽ വിരുദ്ധന്മാരും വിവിധ തരം മദ്യം കൂട്ടിക്കലർത്തുന്നതിൽ വിരുദ്ധന്മാരും ആയവർക്ക് ദുരിതം. ചില ആളുകൾക്കൊരു ധാരണയുണ്ട്, ചാരായം കുടിക്കുന്നതാണ് തെറ്റ്,
ഷാപ്പിൽ പോയി നാടൻ ചാരായം കുടിക്കുന്നത് തെറ്റാണ്, വാറ്റി കുടിക്കുന്നത് തെറ്റാണ്. എന്നാൽ ബാറിൽ പോയി വിദേശമദ്യം കുടിക്കുന്നത് തെറ്റില്ല. അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുവന്ന് വിദേശമദ്യം കൊണ്ടുവന്ന് അവിടെ വെച്ച് പലതരം വിദേശമദ്യങ്ങൾ കൂട്ടിക്കലർത്തി കുടിക്കുന്നത് തെറ്റില്ല. പ്രിയപ്പെട്ട മകനെ, മകളെ, ദൈവത്തിൻ്റെ വചനം ഇതാ എൻ്റെയും നിങ്ങളുടെയും സകല ജനത്തിൻ്റെയും ശ്രദ്ധയ്ക്ക് വേണ്ടി ഇപ്രകാരം ഉത്ബോധിപ്പിക്കുന്നു. വിവിധ തരം മദ്യങ്ങൾ കൂട്ടിക്കലർത്തി കുടിക്കുന്നവർക്ക് ദുരിതം, ശാപം, WOTU, ശാപം എന്ന് തന്നെയാണ് ദൈവത്തിൻ്റെ വചനം ദൈവമക്കളെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യെശയ്യായുടെ പുസ്തകത്തിൽ 22-ാം അധ്യായത്തിൽ 13-14 വാക്യങ്ങൾ. ഇതാ ഒരു പ്രദേശത്ത് ഭയങ്കരമായ അട്ടഹാസങ്ങളും ഇറച്ചിതീറ്റയുടെയും മദ്യപാനത്തിൻ്റെയും ബഹളം നടക്കുകയാണ്. ആ ബഹളം കേട്ട് പ്രവാചകനെ കർത്താവ് ഉണർത്തി. കർത്താവ് പ്രവാചകനോട് പറയുകയാണ്, ഇതാ ഇവിടെ ആഹ്ലാദ തിമിർപ്പ്, കാളകളെയും ആടുകളെയും കൊല്ലുന്നു, അവിടെ ഇറച്ചിതീറ്റയും വീഞ്ഞുകുടിയും, നമുക്ക് തിന്നുകുടിച്ച് മതിക്കാമെന്നവർ പറയുന്നു. സൈന്യങ്ങളുടെ കർത്താവ് എൻ്റെ കാതിൽ മന്ത്രിച്ചു, നീ മരിക്കുന്നത് വരെ ഈ പാപം ക്ഷമിക്കപ്പെടുകയില്ല. മദ്യപിക്കുന്നത് പാപമല്ലെന്ന് ആര് പറഞ്ഞ്? മദ്യപിക്കുന്നത് പാപമല്ലെന്ന് പഠിപ്പിക്കാൻ ആരെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്? ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പഠിപ്പിക്കുകയാണ്, ഈ പാപം, മദ്യപിക്കുന്നത് പാപമാണെന്നും ഈ പാപം ഗൗരവമുള്ളതാണെന്നും ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു. അപ്പോൾ ചിലർ പറയും, ഇത് പഴയ നിയമത്തിലെ പ്രബോധനമല്ലേ? പുതിയ നിയമത്തിൽ മദ്യത്തെ അങ്ങനെയൊന്നും പറയുന്നില്ലല്ലോ. അവിടെ ഇവിടെയും പറഞ്ഞിരിക്കുന്ന ഏതാനും 1-2 വചനങ്ങൾ എടുത്തിട്ട് തങ്ങളുടെ ജഡത്തിൻ്റെ പ്രവണതകളനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ജഡികന്മാർ ദൈവവചനം തങ്ങളുടെ ഇച്ഛയ്ക്കനുസരിച്ച് ജീവിക്കാൻ വേണ്ടി വളച്ചൊടിച്ച് വചനത്തെ ഉദ്ധരിച്ച് മദ്യപാനത്തെ ന്യായീകരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. മകനെ, മകളെ, നീ മദ്യപിക്കുന്നത് തെറ്റ്, അതിനേക്കാൾ ഘോരമായ തെറ്റാണ് നിന്റെ മദ്യപാനം എന്ന തിന്മയെ ന്യായീകരിക്കാൻ വേണ്ടി നീ ദൈവവചനമെടുത്ത് വളച്ചൊടിച്ച് നിന്റെ ജഡപ്രകാരമുള്ള ജീവിതത്തിന് വേണ്ടി നീ ദൈവവചനത്തെ കൂട്ടുപിടിക്കുന്നത്. പുതിയ നിയമത്തിൽ എന്താണ് ദൈവവചനം മദ്യപാനത്തെ കുറിച്ച് പഠിപ്പിക്കുന്നത്? റോമാലേഖനത്തിൽ 13-ാം അധ്യായത്തിൽ 13-ാമത്തെ തിരുലിഖിതം, ആകയാൽ പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം, സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വീഴ്ചകളിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത്, നിരോധിച്ചിരിക്കുകയാണ്. റോമാലേഖനത്തിൽ 13-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, അന്ധകാരത്തിൻ്റെ നിഷ്ഫലമായ പ്രവൃത്തികളെ നമുക്ക് പരിത്യജിക്കാം. അന്ധകാരത്തിൻ്റെ പ്രവൃത്തിയാണ് മദ്യപാനം എന്നാണ് പുതിയ നിയമം പഠിപ്പിക്കുന്നത്. മദ്യപാനം ദൈവമക്കൾക്ക് നൽകിയിട്ടുള്ള ജീവിത രീതിയല്ല. മദ്യപാനം അന്ധകാരത്തിൻ്റെ പ്രവൃത്തിയത്രേ. മദ്യപിച്ച് ഉന്മത്തനായി ലഹരിയിൽ വ്യാപരിക്കരുതെന്ന് ദൈവത്തിൻ്റെ വചനം റോമാലേഖനം 13-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ പഠിപ്പിക്കുന്നു. അവിഹിത വീഴ്ച പോലെ വൃത്തികെട്ട ഒരു പാപമാണ് മദ്യപാനം. ആരാണ് ഈ മദ്യപാനത്തെ ന്യായീകരിക്കുന്നത്? ദൈവത്തിൻ്റെ വചനം വീണ്ടും കൊരിന്ത്യർ 1-ാം ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ 10-ാമത്തെ വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്, ആകയാൽ സഹോദരങ്ങളെ, നാം വഞ്ചിതരാകരുത്. അസന്മാർഗികത, വിഗ്രഹാരാധകർ, വ്യഭിചാരികൾ, സവർഗഭോഗികൾ, കള്ളന്മാർ, മദ്യപന്മാർ, പരദൂഷകർ, കവർച്ചക്കാർ ഇവർ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ല. വ്യക്തമായി ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, അസന്മാർഗികൾ, വിഗ്രഹാരാധകർ, കാപട്യക്കാർ, പരദൂഷകർ, മദ്യപന്മാർ ഇവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. അവരുടെ പേര് ജീവന്റെ ഗ്രന്ഥത്തിൽ ഇല്ല. നീ മദ്യപിക്കുന്ന ഒരു വ്യക്തിയാണോ? നീ മദ്യം കുടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ? നീ മദ്യത്തിൽ ആവേശം കണ്ടെത്തുന്ന ഒരു വ്യക്തിയാണോ? നീ മകനെ, മകളെ, നീ സംശയിക്കരുത്. നിന്റെ പേര് ജീവന്റെ ഗ്രന്ഥത്തിൽ നിന്ന് മായ്ക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ പേര് ജീവന്റെ ഗ്രന്ഥത്തിൽ ഇല്ല. നിന്റെ നിത്യജീവൻ നഷ്ടപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. മദ്യപാനം ഒരു വ്യക്തിയുടെ നിത്യജീവനെ നഷ്ടപ്പെടുത്തുന്നു. മദ്യപാനം ഒരു വ്യക്തിയുടെ പേര് ജീവന്റെ ഗ്രന്ഥത്തിൽ നിന്ന് മായ്ച്ചു കളയുന്നു. അത്രയും ഗൗരവമുള്ള തെറ്റാണ് മദ്യപാനം എന്ന് പറയുന്നത്. വീണ്ടും ഗലാത്യ ലേഖനത്തിൽ 5-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങൾ വചനം പഠിപ്പിക്കുന്നു,
ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം ഇവയും ഈദൃശമായ മറ്റ് പ്രവർത്തികളുമാണ്. ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ലെന്ന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് നൽകിയ താക്കീത് ഇപ്പോഴും ആവർത്തിക്കുന്നു. ജഡപ്രകാരമുള്ള സ്വഭാവമാണ് മദ്യപാനം. ജഡത്തിൻ്റെ പ്രവണതയാണ് മദ്യപാനം. ജഡപ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തി ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ല. റോമാലേഖനം 8-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങൾ. ജഡിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ്. അത് ദൈവത്തിൻ്റെ നിയമത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടാൻ അതിന് കഴിയുകയുമില്ല. ജഡപ്രവണതകൾ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, ജഡിക താല്പര്യം അനുസരിച്ചുള്ള ജീവിതമാണ് മദ്യത്തിൻ്റെയും മധുരോത്സവത്തിൻ്റെയും അവിഹിത വേഴ്ചകളുടെയും ജീവിതം. ഇത് ദൈവത്തിൻ്റെ വഴിയുള്ള നടപ്പല്ല, ഇത് ദുർനടപ്പാണ്. ഈ ലോകത്തിൽ ആര് നിങ്ങളെ ന്യായീകരിച്ചാലും ദൈവത്തിൻ്റെ അംഗീകാരം നിങ്ങളുടെ മേലില്ല എന്ന് മക്കളെ തിരിച്ചറിഞ്ഞുകൊള്ളുക. ഇത് ഇടർച്ച വെക്കുന്ന ഉപദേശമാണ്. മദ്യപിക്കാം, അല്പം മദ്യപിച്ചുകൊണ്ട് കുഴപ്പമില്ല. മദ്യപിച്ച് ഭൂസായി റോട്ടി കിടക്കണം തെറ്റ്. അല്പം മദ്യം വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് മദ്യപിക്കുന്നതിൽ തെറ്റില്ല. എൻ്റെ പൈസ കൊണ്ടല്ലേ മദ്യപിക്കുന്നത്. മദ്യപിച്ച് ആർക്കും ഉപദ്രവം ഉണ്ടാക്കാതിരുന്ന കുഴപ്പമില്ല. ഇങ്ങനെയുള്ളതെല്ലാം ഇടർച്ച വെക്കുന്ന ഉപദേശങ്ങൾ അത്രേ. ചില വ്യക്തികൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ എൻ്റെ പൈസ കൊണ്ട് മദ്യപിക്കുന്നത്. അച്ഛൻ അങ്ങനെ പറയാം, ഞാൻ മദ്യപിക്കും, അച്ഛൻ അങ്ങനെ പറയാം. ഇതൊന്നും തെറ്റൊന്നുമല്ല. ഇങ്ങനെ മനഃപൂർവം സത്യത്തെ അറിഞ്ഞിട്ട് സത്യമാർഗത്തെ സ്വീകരിക്കാതെ സ്വന്തം ജഡത്തിൻ്റെ അന്ധകാര വഴിയെ നടക്കുന്ന വ്യക്തികൾ ഈ ലോകത്തിലുണ്ട്. അവരെക്കുറിച്ച് ദൈവവചനം നിയമാവർത്തന പുസ്തകത്തിൽ ഇപ്രകാരം പഠിപ്പിക്കുന്നു: വരണ്ടതും കുതിർന്നതും ഒന്നുപോലെ എന്ന ഭാവത്തിൽ ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം നടന്നാലും കർത്താവ് എന്നെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞ് അവൻ തന്നെ അനുഗ്രഹിക്കുന്നു. ആരാണവൻ? അവനെ ബൈബിൾ വിളിക്കുന്ന വാക്കാണ് വിഷഫലം കായ്ക്കുന്ന വിഷവൃക്ഷത്തിൻ്റെ വിഷവേര്. ഇങ്ങനെയുള്ള വിഷവേരുകൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കരുത് എന്ന് ദൈവവചനത്തിൽ നിയമാവർത്തന പുസ്തകം 29-ാം അധ്യായത്തിൽ 18-ഉം 19-ഉം വാക്യങ്ങളിൽ പഠിപ്പിക്കുന്നു. വിഷഫലം കായ്ക്കുന്ന കയ്പ് വൃക്ഷത്തിൻ്റെ വിഷവേരെ ദൈവം ഇതാ നിന്റെ നടപ്പിനെ അംഗീകരിക്കുന്നില്ല. ഞാൻ മദ്യപിക്കും, അച്ഛൻ ഇങ്ങനെയൊക്കെ പറയട്ടെ, ഞാൻ മദ്യപിക്കും എന്നാണോ ഇപ്പം നീ ചിന്തിക്കുന്നത്? നിന്നെ ദൈവത്തിൻ്റെ വചനം വിളിക്കുന്ന വാക്കാണ് വിഷഫലം കായ്ക്കുന്ന കയ്പ് വൃക്ഷത്തിൻ്റെ വിഷവേര്. നിന്റെ മേൽ ദൈവത്തിൻ്റെ അംഗീകാരമില്ല. ചില ചേട്ടന്മാർ, ചില വ്യക്തികൾ ഇങ്ങനെയാണ് പറയണത്: ഞാൻ മദ്യപിച്ചാലും ദൈവം എൻ്റെ കൂടെയുണ്ട്, ദൈവം എൻ്റെ ഹൃദയത്തിലുണ്ട്. ഞാൻ രാത്രിക്ക് തമ്പുരാനെ വിളിച്ചിട്ടാണ് കിടക്കണത്, ഞാൻ രാവിലെ തമ്പുരാനെ വിളിച്ചിട്ടാണ് ഉണരണത്. മകനെ, മകളെ, നീ വഞ്ചിതനാകരുത്. നീ മദ്യത്തിൻ്റെ മാർഗത്തിലാണ് നടക്കണതെങ്കിൽ നിന്റെ ദൈവത്തിൻ്റെ ആത്മാവിനെ ദുഃഖിപ്പിക്കുന്ന വ്യക്തിയാണ് നീ. ദൈവത്തിൻ്റെ ആത്മാവിനെ വ്യസനിപ്പിക്കുന്ന വ്യക്തിയാണ് നീ. നീ പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കിയിരിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നിൽ നിർവീര്യമാക്കപ്പെട്ടിരിക്കുന്നു. നീ വഞ്ചിതനാകരുത്. നിന്റെ നടപ്പ് ദുർനടപ്പ് എന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു. എഫേസോസ് ലേഖനത്തിൽ 5-ാം അധ്യായം അതിൽ 11, 12, 13 വാക്യങ്ങൾ വചനം പഠിപ്പിക്കുന്നു: അന്ധകാരത്തിൻ്റെ വഴി ഉപേക്ഷിക്കുക, അന്ധകാരത്തിൻ്റെ നിഷ്ഫല പ്രവർത്തനങ്ങൾ പരിത്യജിക്കുക. വീണ്ടും എഫേസോസ് 5:17, ബോഷന്മാരാകാതെ കർത്താവിൻ്റെ അഭീഷ്ടമെന്തെന്ന് മനസ്സിലാക്കുവിൻ. വീഞ്ഞു കുടിച്ച് ഉന്മത്തനാകരുത്, അതിൽ ദുരാസക്തിയുണ്ട്. മദ്യം കുടിക്കാൻ പ്രേരിപ്പിക്കുന്ന ആ ആസക്തിയുടെ പേരാണ് ദുരാസക്തി. അത് ദുർമോഹമാണ്, അത് ദുരാസക്തിയാണ്. അതിൽ ദൈവത്തിൻ്റെ അംഗീകാരം ഇല്ല. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായം 11-ാം വാക്യം: ഇങ്ങനെ ഈ വചനം കേൾക്കുമ്പോഴും
ഇങ്ങനെയുള്ള ദൈവത്തിൻ്റെ ദൂതുകളെ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുമ്പോഴും അനേകരുടെ ഹൃദയത്തിൽ മനഃപൂർവ്വം ദൈവത്തിൻ്റെ വചനത്തോട് മല്ലടിക്കുകയാണ്. എനിക്ക് കുടിക്കണം, ഞാൻ എൻ്റെ പൈസ കൊണ്ടല്ലേ കുടിക്കുന്നത്, ഞാൻ ആർക്കും ഉപദ്രവമൊന്നും വരുത്തുന്നില്ലല്ലോ, ഞാനിങ്ങനെ കുടിച്ചുകൊണ്ട് ആർക്കാ കുഴപ്പം, ഞാൻ ഇതിനെ കുടിച്ചുകൊണ്ട് എന്താ കുഴപ്പം, ഞാൻ വേറെ ഒരു നിയമവിരുദ്ധമായി ഒന്നും ചെയ്യുന്നില്ലല്ലോ, ഞാൻ പള്ളിയിൽ പോകുന്നില്ലേ, ഞാൻ പ്രാർത്ഥിക്കുന്നില്ലേ, ഞാൻ പള്ളിയിൽ പോകുന്നില്ലേ, പ്രാർത്ഥിക്കുന്നില്ലേ, അച്ഛന്മാരെൻ്റെ കൂടെയില്ലേ, എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒത്തിരി ആളുകളുണ്ടല്ലോ, സഭയിലുള്ള പലരും ലോകത്തിലുള്ള പലരും എന്നോട് സാരയില്ല എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 3:11 ജ്ഞാനവും പ്രബോധനവും പുച്ഛിച്ച് തള്ളുന്നവൻ്റെ നില ശോചനീയമാണ്, അവൻ്റെ പ്രത്യാശ വ്യർത്ഥവും അവൻ്റെ പ്രയത്നം നിഷ്ഫലവുമാണ്, അവൻ ഉണ്ടാക്കി കൂട്ടുന്നത് നിരുപയോഗമാണ്. മകനെ മകളെ, നിന്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അംഗീകാരമില്ല. നിന്നെ ലോകം ആരൊക്കെ അംഗീകരിച്ചാലും, ഗവൺമെൻറ് അംഗീകരിച്ചാലും, സഭ അംഗീകരിച്ചാലും, വൈദികർ അംഗീകരിച്ചാലും, നിന്റെ മേലധികാരികൾ അംഗീകരിച്ചാലും, നിന്റെ കുടുംബാംഗങ്ങൾ അംഗീകരിച്ചാലും, നിന്റെ ഭാര്യ അംഗീകരിച്ചാലും, നിന്റെ മക്കൾ സാരയില്ല ഇത്തിരി കുടിച്ചോ എന്ന് പറഞ്ഞാലും, ഇതാ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു, നിന്റെ മേൽ ദൈവത്തിൻ്റെ അംഗീകാരമില്ല, നിന്റെ മേൽ ദൈവത്തിൻ്റെ അംഗീകാരമില്ല. ദൈവത്തിൻ്റെ വചനം അസന്നിഗ്ധമായി പഠിപ്പിക്കുകയാണ്, നിങ്ങൾ വഞ്ചിതരാകരുത്. അസന്മാർഗികളും കള്ളന്മാരും വിഗ്രഹാരാധകരും മദ്യപന്മാരും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഓ കർത്താവേ, ഈ രാത്രി ഈ നിമിഷങ്ങളിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉന്നതമായ ആത്മാവിനെ ഞങ്ങളുടെ മേൽ വർഷിക്കണമേ. കർത്താവിൻ്റെ അഭീഷ്ടം എന്തെന്ന് മനസ്സിലാക്കി കർത്താവിൻ്റെ മാർഗത്തിൽ നടക്കാൻ, കർത്താവിൻ്റെ വചനപ്രകാരം ജീവിപ്പാൻ ഓ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ വ്യാപരിക്കണമേ. അന്ധകാരത്തിൻ്റെ നിഷ്ഫലമായ പ്രവർത്തനങ്ങളെ ഉപേക്ഷിക്കാൻ, അന്ധകാരത്തിൻ്റെ പ്രവർത്തികളെ വലിച്ചെറിഞ്ഞ് യേശു ക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിപ്പാൻ പരിശുദ്ധാത്മാവെ എല്ലാ ഹൃദയങ്ങളെ ഒരുക്കണമേ. മദ്യപിക്കുന്ന യുവതീവാക്കന്മാരെ സമർപ്പിക്കുന്നു, മദ്യപിക്കുന്ന കുടുംബനാഥന്മാരെ സമർപ്പിക്കുന്നു, മദ്യത്തിൻ്റെ പിടിയിൽ കിടക്കുന്ന കുടുംബങ്ങളെ സമർപ്പിക്കുന്നു, മദ്യത്തിൻ്റെ ബന്ധനത്തിൽ കിടക്കുന്ന വംശങ്ങളെ സമർപ്പിക്കുന്നു. മദ്യം കുടിച്ച് മദ്യപിശാച്, മദ്യത്തിൻ്റെ ദുർഭൂതം ഇരിക്കുന്ന കുടുംബങ്ങളെയും വംശങ്ങളെയും വ്യക്തികളെയും യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മദ്യത്തിൻ്റെ ദുർഭൂതം കുടുംബങ്ങളിൽ നിന്നും വംശങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും വിട്ടുമാറിപ്പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ ഈ പ്രാർത്ഥനയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ മകനിൽ നിന്നും, ഓരോ മകളിൽ നിന്നും, ഓരോ കുടുംബത്തിൽ നിന്നും, ഓരോ വംശത്തിൽ നിന്നും മദ്യത്തിൻ്റെ ദുർഭൂതം യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി.